ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൻ. പ്രകാശത്തിനേക്കാളും വേഗത്തിൽ നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുമോ? അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേഗതയെ കാണുന്ന പെർസ്പെക്റ്റീവിനെ കുറിച്ചും നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന് പറയുന്ന മൂവിയിൽ ഫഹദ് ഫാസിൽ പോലീസിന്റെ അടികൊള്ളാതിരിക്കാനായി ഓടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഈ രംഗത്തില് ഫഹദിന്റെ വേഗം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പെർ അവർ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് ഭൂമിയില് ഫഹദിനെ സംബന്ധിച്ച് നിശ്ചലമായി നിൽക്കുന്ന ഭൂമി എ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നും ബി എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് ഫഹദിന് എത്താൻ എടുക്കുന്ന വേഗതയാണ് ഫഹദ് സഞ്ചരിക്കുന്ന വേഗമായിട്ട് വിചാരിക്കാം. നമ്മുടെ പെർസ്പെക്റ്റീവ് നിശ്ചലമായി നിൽക്കുന്ന ഭൂമിയാണെങ്കിൽ. എന്നാൽ നമ്മളൊന്ന് കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുക. നമ്മൾ സൂം ഔട്ട് ചെയ്ത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്തേക്ക് വരിക. നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സൂര്യന് ചുറ്റും നമ്മുടെ ഭൂമി കടന്ന് ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെറുതെ ഓർബിറ്റ് ചെയ്യുകയല്ല, മണിക്കൂറിൽ 1,07,000 കിലോമീറ്റർ എന്ന് പറയുന്ന വേഗത്തിലാണ് നമ്മുടെ ഭൂമിയുടെ ഈ സഞ്ചാരം. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്ത് വന്നിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഫഹദിന്റെ പുതിയ വേഗം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പെർ അവർ ആയിരിക്കുമോ? അതോ നമ്മുടെ ഭൂമിയുടെ വേഗതയായിട്ടുള്ള 1,07,000 കിലോമീറ്റർ പെർ അവർ ആയിരിക്കുമോ? അത് നമ്മുടെ ഭൂമിയുടെ വേഗതയായിട്ടുള്ള 1,07,000 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിയ പെർസ്പെക്റ്റീവിന് ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയ സമയത്ത് ഭഗത്തിന്റെ വേഗത 30 കിലോമീറ്റർ പെർ അവറിൽ നിന്നും 1,07,000 കിലോമീറ്റർ പെർ അവറിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇവിടെ നിന്നും സൂം ഔട്ട് ചെയ്യുകയാണ്. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്നും നമ്മൾ സൂം ഔട്ട് ചെയ്ത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ പുറത്തു വരികയാണ്. അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആകാശഗംഗയുടെ ഒത്ത നടുക്കായി ഒരു സൂപ്പർ മാക്സീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് ഹോളിനെ നമ്മുടെ സോളാർ സിസ്റ്റം കടന്ന് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ വേഗത എന്ന് പറയുന്നത് 8,28,000 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫഹദിന്റെ പുതിയ വേഗത എത്രയായിട്ട് മാറും? 8,28,000 കിലോമീറ്റർ ആയിട്ട് മാറും. അതായത് നമ്മുടെ ഭൂമിയിൽ ഫഹദ് ഓടുന്ന പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഫഹദിന്റെ വേഗത എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. എന്നാൽ സോളാർ സിസ്റ്റത്തിന് പുറത്ത് വന്നിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഫഹദിന്റെ വേഗത 1,07,000 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. എന്നാൽ അതും നമ്മൾ വീണ്ടും പുറത്ത് വന്ന് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെയും പുറത്ത് വന്ന് നോക്കുകയാണെങ്കിൽ ഫഹദിന്റെ പുതിയ വേഗം എന്ന് പറയുന്നത് 8,28,000 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. കാരണം എന്താ? നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഒത്ത നടുക്കുള്ള ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ നമ്മുടെ സോളാർ സിസ്റ്റം കടന്ന് ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വേഗതയായിരിക്കും ഫഹദിന്റെയും വേഗത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ വേഗതയിലും മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പ്രകാശത്തിന്റെ വേഗതയും, രണ്ടാമതായി ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പോൾ എന്താണ് പ്രകാശത്തിന്റെ വേഗത? അതായത് ശൂന്യത്തിലൂടെ, വാക്വത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയാണ് പ്രകാശത്തിന്റെ വേഗത. ഇത് ഏകദേശം 2,99,792 കിലോമീറ്റർ ആണ്. ഇനി എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി? ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രകാശത്തിന്റെ വേഗത. മാസ് ഉള്ള ഏതെങ്കിലും വസ്തു അത് പ്രകാശത്തിന്റെ വേഗതയിലേക്ക് എത്തുന്ന സമയം അതിന് വേണ്ട എനർജി റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇൻഫൈനിറ്റ് ആകുമെന്ന് പറയുന്നു. നമുക്ക് നിലവിലുള്ള ഫിസിക്സ് അല്ലെങ്കിൽ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അറിവുകൾ അനുസരിച്ച് ഇതിലേക്ക് എത്തിപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്നതാണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി. നമ്മുടെ ഈ ഒരു കോണ്ടെസ്റ്റിൽ നിന്ന് പരിശോധിക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയില്ല? പ്രകാശത്തിന്റെ വേഗതയിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അതിനു വേണ്ട എനർജി റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിട്ട് മാറും. നമുക്കത് കറന്റ്ലി അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇനി സപ്പോസ് പ്രകാശത്തിന്റെ വേഗതയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചുവെങ്കിൽ അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ടൈം ഡയലേഷൻ. എന്താണ് ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്? ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ട്രാവലർ പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സമയം എന്ന് പറയുന്നത് പുറത്തുനിന്നും നോക്കുന്ന ഒരു ഒബ്സർവറിനെക്കാളും സിഗ്നിഫിക്കൻ്റ്ലി പതിയായിരിക്കും സമയം സഞ്ചരിക്കുകയുണ്ടായിരിക്കുക. അതായത് ഇവർക്ക് രണ്ടുപേർക്കും സമയം അനുഭവപ്പെടുക
2 വ്യത്യസ്ത രീതികളിലായിരിക്കും. ഇതിനെയാണ് നമ്മൾ ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് നമുക്ക് സ്പേസിൽ തൊട്ടടുത്തടുത്തിരിക്കുന്ന 2 പോയിന്റുകൾ വെച്ചിട്ടാണ്. അതായത് സ്പേസിൽ നമുക്ക് അടുത്തടുത്തിരിക്കുന്ന 2 പോയിന്റുകൾ എയും ബിയും അങ്ങനെയുള്ള ഒരു ലോക്കൽ മോഷനെ കുറിച്ചാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്. അപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഇവിടെ 2 പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളെ നമുക്ക് എ എന്നും ബി എന്നും വിളിക്കാം. എയിൽ നിന്നും ബിയിൽ എത്തുന്ന കാര്യം മാത്രമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ നമുക്ക് ഇത് മാത്രമല്ല നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ബിഗ് ബാങ്ങിന് ശേഷം വലിയ രീതിയിലുള്ള സ്ട്രെച്ചിങ് നടക്കുന്ന അല്ലെങ്കിൽ എക്സ്പാൻഷൻ നടക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ കോസ്മിക് എക്സ്പാൻഷൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് ഈ വെറും 2 പോയിന്റുകൾ അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത് പോലെ 2 പോയിന്റുകൾ തമ്മിൽക്കിടയിലുള്ള ലോക്കൽ മോഷനെ വെച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ വേഗതയിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് നമുക്ക് കോസ്മിക് എക്സ്പാൻഷൻ്റെ കാര്യത്തിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. അത് എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ പറയാം. നമുക്കറിയാം അനേകക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് നടന്നു. ബിഗ് ബാങ് നടന്നതിന് ശേഷം നമുക്കിവിടെ ഒരു സ്ട്രെച്ചിങ് ഉണ്ടാകുന്നുണ്ട്. ആ സ്ട്രെച്ചിങ് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബലൂൺ എടുക്കുക. ആ ബലൂൺ എടുത്തിട്ട് നമ്മളതിനെ വിയർപ്പിക്കുന്ന സമയം ആ ബലൂണിൻ്റെ 2 തൊട്ടടുത്തടുത്തുള്ള പോയിന്റുകൾ തമ്മിൽ അകന്നു പോകുന്നത് സാവധാനമായിരിക്കും. എന്നാൽ ആ പോയിന്റുകളുടെ ദൂരം കൂടുന്തോറും ഇവ തമ്മിൽ അകന്നു പോകുന്ന വേഗതയും കൂടിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ എടുക്കുന്ന പോയിന്റുകളുടെ ദൂരം എപ്പോൾ കൂടുന്നോ അതനുസരിച്ച് ഇവ തമ്മിൽ അകന്നു പോകുന്ന വേഗതയും കൂടിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ഹബിൾസ് ലോയും പറയുന്നത്. അതായത് നമ്മൾ സ്പേസിൽ 2 ഗാലക്സികൾ എടുക്കുകയാണ്. ആ ഗാലക്സികൾ തമ്മിലുള്ള അകലം കൂടുന്തോറും ഇവ തമ്മിൽ അകന്നു പോകുന്ന വേഗതയും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടി ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുന്ന സമയത്ത് ഈ വേഗത കൂടുതൽ എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ വേഗതയ്ക്ക് തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ വരാമെന്ന് പറയുന്നു. ഇതാണ് ഹബിൾസ് ലോ. അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞിട്ട് ഈ എക്സ്പാൻഷന്റെ ഫലമായി അകന്നു പോകുന്ന ഗാലക്സി അല്ലെങ്കിൽ ആ ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശവും ഈ കൂടെ സ്ട്രെച്ച് ചെയ്യപ്പെടുകയും അതിന് കോസ്മോളജിക്കൽ റെഡ് ഷിഫ്റ്റ് നടക്കുകയും പക്ഷെ ബാക്കി പ്രകാശത്തിന്റെ വേഗതയെക്കാളും താഴ്ന്നു സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ റെഡ് ഷിഫ്റ്റിനെക്കാളും പ്രകാശത്തിനേക്കാളും വേഗതയിൽ കൂടുതൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീം ആവുകയും ഇത് നമ്മളുടെ നോർമൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒബ്സർവേഷണൽ കപ്പാസിറ്റിക്കും മുകളിൽ പോവുകയും ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രകാശത്തിന്റെ വേഗതയിൽ കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു ഗാലക്സീനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ പ്രപഞ്ചത്തിൽ പ്രകാശത്തിനേക്കാളും വേഗതയിൽ നമ്മൾ ഈ നിൽക്കുന്ന പോയിന്റിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ പ്രകാശത്തിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ഗാലക്സി ഇല്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. ഡെഫിനറ്റ്ലി അതിനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിനേക്കാളും കൂടുതൽ വലുതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ 2 ഗാലക്സികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൻ്റെ വേഗതയും കൂടും. അത് ഡെഫിനറ്റ്ലി ഒരു പീരീഡ് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിയുന്ന സമയത്ത് അത് പ്രകാശത്തിൻ്റെ വേഗതയേക്കാളും കൂടുകയും ചെയ്യും. പിന്നെയും ദൂരം പോകുന്തോറും അത് പ്രകാശത്തിൻ്റെ വേഗതയേക്കാൾ കൂടി വരികയും ചെയ്യും. അതിനനുസരിച്ച് തന്നെ നമുക്കതിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുകയുമില്ല. ഇനി അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്നും ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയാണ്. ആ പർട്ടിക്കുലർ പോയിന്റിനുള്ളിൽ ഗാലക്സി സഞ്ചരിക്കുന്നത് പ്രകാശത്തിന്റെ 10 മടങ്ങ് വേഗതയിലാണ് എന്ന് വിചാരിക്കുക. കാരണം നമ്മൾ നിൽക്കുന്ന ഭൂമിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. എന്നാൽ ആ ഒരു ഗാലക്സിയിൽ നിന്നും തിരിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു ഗാലക്സിയിൽ നിന്നും നമ്മളെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് തോന്നുക നമ്മളാണ് പ്രകാശത്തിനേക്കാളും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്നായിരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ തുടക്കത്തിൽ വീഡിയോയിൽ പറഞ്ഞു, അതായത് ഫഹദ് ഫാസിൽ ഓടാൻ തുടങ്ങിയത് 30 km/h എന്നാണെങ്കിലും പിന്നീട് അത് നമ്മുടെ സൂര്യൻ്റെ പെർസ്പെക്റ്റീവ്, നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കിയ സമയത്ത് 1,07,000 കിലോമീറ്ററിലേക്ക് വരികയും അത് നമ്മൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ പെർസ്പെക്റ്റീവ് നോക്കിയ സമയത്ത് 8,00,000 വരികയും എന്നാൽ വിദൂരത്തിലിരിക്കുന്ന ഏതെങ്കിലും മറ്റൊരു ഗാലക്സിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏലിയൻ നമ്മളെ വീക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത് പ്രകാശത്തിനേക്കാളും വേഗത കൂടിയ രീതിയിലായിരിക്കും. അവർ പ്രകാശത്തെക്കാളും കൂടിയ രീതിയിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്നത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ അഡ്വാൻസ്ഡ് ആയെങ്കിൽ
അവർ നോക്കുന്ന സമയത്ത് നമ്മൾ സഞ്ചരിക്കുക ഒരുപക്ഷെ പ്രകാശത്തേക്കാൾ വേഗതയിലായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യുന്നില്ല. അതിന് കാരണം എന്തെന്നാൽ, നമ്മളിവിടെ യാതൊരു പ്രൊപ്പൽഷനും യൂസ് ചെയ്തുകൊണ്ടല്ല നമ്മുടെ ഈ വേഗം കൂടുന്നത്. റാദർ ദാൻ നമ്മുടെ യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് മൂലമാണ്. യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന കൂടെ തന്നെ നമ്മളും അതിൻ്റെ ഒപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഇവിടെ ഒരു വേഗത കൂടുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി പറയുന്ന സമയത്ത് പ്രകാശത്തിനേക്കാളും വേഗത്തിൽ സഞ്ചരിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ് സാധിക്കും. യൂണിവേഴ്സിൻ്റെ സ്ട്രെച്ചിങ്ങിൽ നമുക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നിലവിലെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടായിരിക്കാം നമുക്ക് ഈ ഒരു പ്രകാശത്തിനേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കാതെ വരുന്നത്. പക്ഷേ നമ്മൾ കാലം ഒരു 10 തലമുറ അല്ലെങ്കിൽ 100 തലമുറയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും. കാരണം ഒരു 100 വർഷത്തെ മുമ്പുള്ള പല ശാസ്ത്രജ്ഞന്മാരും സാധിക്കുകയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമ്മളത് ക്രാക്ക് ചെയ്യും. നമ്മുടെ നിലവിലെ ഫിസിക്സിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് പ്രകാശത്തിനേക്കാളും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മളങ്ങനെ പറയുമ്പോൾ കൂടെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സ്ട്രെച്ചിങ് മൂലം നമ്മൾ നിലവിൽ ഒരുപക്ഷേ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക പ്രകാശത്തിനേക്കാളും ഒരുപക്ഷെ പല മടങ്ങ് വേഗതയിലായിരിക്കും ഒരു വിദൂരത്തിലുള്ള ഒരു ഗാലക്സിയിൽ നിന്ന് മറ്റൊരാൾ നമ്മളെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് വേഗത അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ വേഗതയുമായി കൂടുതൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ എന്നുള്ള ഈ ഒരു ചെറിയ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ആക്ച്വലി നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനടുത്ത് മെൻഷൻ ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.